വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 16-ാം അധ്യായം ആരംഭിച്ച സമയത്ത് യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരെ വരാനിരിക്കുന്ന കാലത്ത് അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകം അവരെ തിരസ്കരിക്കും. ലോകം എത്രമാത്രം അവരെ തിരസ്കരിക്കുന്നുവോ അത്രമാത്രം ക്രിസ്തു അവരെ ചേർത്ത് പിടിക്കും. ലോകത്തിൽ അവർ അനാഥത്വം അനുഭവിക്കും. സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കപ്പെടും. അന്ന് വരെ അവർക്കുണ്ടായിരുന്ന സുരക്ഷിതത്വത്തിൻ്റെ ഇടം നഷ്ടമാകും. അങ്ങനെ ഒന്ന് ഇടം നഷ്ടമാകുമ്പോൾ യേശു അവർക്ക് സഹായകനെ അയക്കും. എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടെ പറഞ്ഞു പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ബലപ്പെടുത്താനുമായി സഹായകനെ അയക്കും. യേശുനാഥൻ ഇത് പറയുമ്പോൾ ഇന്ന് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ താൻ കടന്നു പോകാൻ പോകുന്നുവെന്നതിൻ്റെ കൃത്യമായ സൂചന യേശുനാഥൻ അവർക്ക് നൽകുകയാണ്. അങ്ങനെ ഒരു സൂചന നൽകുകയും താൻ കടന്നു പോകാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം അപ്പോസ്തലന്മാർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ട് അസ്വസ്ഥരായി നിൽക്കുകയാണ്. യേശുനാഥൻ അവരോട് പറയുന്നത്, ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ല, എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നില്ല. കാരണം അവരാഗ്രഹിച്ചത് ഈ ഭൂമിയിലെ മഹത്വവും ഈ ഭൂമിയോട് ചേർന്ന് അവർക്ക് ലഭിക്കാൻ പോകുന്ന പല കാര്യങ്ങളെയും പറ്റിയായിരുന്നു. എന്നാൽ യേശുനാഥൻ കടന്നു പോകാൻ പോകുന്നത് യഥാർത്ഥ മഹത്വത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അവൻ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതോടുകൂടിയാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിന് അന്ന് വരെ അവരെ ഒരുക്കിയെടുത്തതും അവരെന്തിനു വേണ്ടി യേശുനാഥൻ കൂടെ കൊണ്ട് നടന്നുവോ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയും ചെയ്യുക. അതവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ദുഃഖിതരായി മാറുകയാണ്. ലോകത്തിൽ അവരാഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. യേശുവിനോടുകൂടെ നടന്നപ്പോൾ ലോകത്തിൽ അവർക്ക് ലഭിക്കുമെന്ന് അവർ കരുതിയ കാര്യങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് യേശുനാഥൻ പറയുന്നത്. അവർ എല്ലാവരെക്കാളും ശക്തിയുള്ളവരായി മാറും, ഒരു രാജ്യമായി രൂപാന്തരപ്പെടും, ഒരു രാജാവായി മാറും. അധികാരത്തിലെ ഇടംബലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ശിഷ്യന്മാരുടെ ചിന്താഗതി നമുക്ക് ഇക്കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യേശുനാഥൻ ഈ അധികാരത്തിൻ്റെ ഇടംബലങ്ങളൊന്നുമല്ല വാഗ്ദാനം ചെയ്യുന്നത്. അവൻ വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗത്തിൻ്റെ നന്മയാണ്, സ്വർഗത്തിൻ്റെ കൃപയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് പാപബോധവും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ഒക്കെ പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ മനുഷ്യരാക്കി മാറ്റിയെടുക്കാൻ ആവശ്യമുള്ളതൊക്കെ നൽകുമെന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ലോകത്തോട് ചേർന്ന് പോകുന്ന ചിന്താഗതിയിൽ നിന്ന് ക്രൈസ്തവ ജീവിതത്തെ മനസ്സിലാക്കിയെടുക്കാൻ പരിശ്രമിക്കരുത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ നന്മയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ നിലനിൽപ്പും തീരുമാനിക്കപ്പെടുന്നത് ഉന്നതങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും കൃപയിൽ നിന്നാണ്. അതുകൊണ്ട് നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ടതും ഈ ഭൂമിയിലെ ജീവിതം സ്വസ്ഥമാകുന്നതിന് വേണ്ടിയോ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം, സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടൊരു ജീവിതം, സ്വർഗീയ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം.